കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പല ആശുപത്രികളിലെയും ദുരവസ്ഥ മാതൃഭൂമി ന്യൂസ് തുറന്നു കാട്ടിയിരുന്നു. ആ ലിസ്റ്റ് നീളുകയാണ്. അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടം കണ്ടാൽ വ്യക്തമാകും എത്ര പരാജയമാണ് നമ്മുടെ സിസ്റ്റം എന്ന്. സിസ്റ്റം പൊളിയുമ്പോൾ മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിലെ അപകടാവസ്ഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ദിവിഷെ, 2 ദിവസം മുൻപ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടമുണ്ടായ ദിവസം സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഫർഹാൻ എന്ന 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി വരികയും അടുത്തത് മെൻസ് ഹോസ്റ്റലായിരിക്കും, നിങ്ങൾ ഇനി വാർത്ത ചെയ്യേണ്ടത് മെൻസ് ഹോസ്റ്റലിനെ പറ്റി ആയിരിക്കുമെന്ന് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിന്റെ അവസ്ഥ. അങ്ങനെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥികൾക്കുള്ള വാർഡന്റെ തിട്ടൂരം എന്നത് ഇതിനെക്കുറിച്ചൊന്നും മാധ്യമങ്ങളോട് സംസാരിച്ചു പോകരുത് എന്നാണ് വാർഡൻ പറഞ്ഞിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിലും ധൈര്യമുള്ളവരാണ് ഇപ്പോൾ ചർച്ചയിലടക്കം വന്ന് തങ്ങളുടെ ഈ ദുസ്ഥിതിയെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ MBBS വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങളാണ്, മെൻസ് ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങളാണ്. നമുക്കറിയാം, ഏറ്റവും മികച്ച രീതിയിൽ പഠനം പൂർത്തീകരിച്ച് എൻട്രൻസ് പരീക്ഷ പാസ്സായ ആളുകളാണ് ഈ മെഡിക്കൽ കോളേജിൽ പഠനത്തിനായി ജോയിൻ ചെയ്യുക. അവർ ഭാവിയിലെ ഡോക്ടർമാരാണ്, ഭാവിയിൽ നമ്മുടെ ആരോഗ്യരംഗത്തെ നയിക്കേണ്ടവരാണ്, പൊതുജനാരോഗ്യ രംഗത്തിന്റെ നട്ടെല്ലാകേണ്ടവരാണ്. അവർക്ക്, ആ വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലാണ് ഇത്. ആ ഹോസ്റ്റൽ കെട്ടിടം ഈ ദുരവസ്ഥയിലാണ്. ഈ ഹോസ്റ്റലിൽ താമസിച്ചാണ് ആ കുട്ടികൾ MBBSന് പഠിക്കുന്നത് എന്നോർക്കണം. ഇത് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കേണ്ട ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ മാത്രം മതി എന്താണ് എന്ന് വ്യക്തമാവാൻ. അഭിലാഷ്, പഠനകാലത്ത് സ്വന്തം വീട് എന്നതുപോലെ തന്നെയാണ് ഹോസ്റ്റൽ മുറിയിൽ. കാരണം അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സുഹൃത്തുക്കൾ, പഠനം, ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഇത്രയും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥ. അവിടുത്തെ ടോയ്ലറ്റിൻ്റെ ഒക്കെ കണ്ടാൽ പിന്നെ നമ്മൾ ഒരു 2 കിലോമീറ്റർ അടുത്തേക്ക് പോകില്ലാത്ത സ്ഥിതിയാണ്. അത്രയും മോശപ്പെട്ട സ്ഥിതിയിലാണ് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ മെഡിക്കൽ കോളേജ് അധികൃതരൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേക്കുറിച്ച് ആരോടും മിണ്ടരുത് എന്ന തെറ്റൂരവുമുണ്ട്. ഷിനോജ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, അടുത്തത് മെൻസ് ഹോസ്റ്റലായിരിക്കുമെന്ന് അവിടുത്തെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, ആ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ക്യാമറയിൽ എടുത്ത ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങൾ വരുമ്പോൾ എത്ര ശോചനീയമാണ് അവിടുത്തെ അവസ്ഥ എന്ന് വ്യക്തമാവുകയാണ്. ഹോസ്റ്റൽ പുനരുദ്ധാരണം സംബന്ധിച്ച്, അവിടുത്തെ വിദ്യാർത്ഥികളെ സേഫായ സ്ഥലത്ത് പാർപ്പിക്കുന്നതിനെ സംബന്ധിച്ച എന്തെങ്കിലും ആലോചന മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടോ? പരാതികൾ ഉയരുമ്പോഴെങ്കിലും. അഭിലാഷ്, ഇന്ന് രാവിലെ 7 മണിക്കാണ് മാതൃഭൂമി ന്യൂസ് ഈ ഹോസ്റ്റലിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഈ വാർത്ത ആദ്യം പുറത്തേക്ക് വിടുന്നത്. ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ഈ ഹോസ്റ്റൽ വാർഡൻ്റെ ഭാഗത്തു നിന്ന് ഒരു തിട്ടൂരം, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് തരത്തിലുള്ള തിട്ടൂരം വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. എന്തായാലും ഈ കെട്ടിടം, ഈ കഴിഞ്ഞ ദിവസം ഈ കെട്ടിടം അപകടത്തിൽ വരുന്നു. ആ ദിവസം തന്നെ ഉച്ചയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ ചേർന്ന് നമ്മളെ വന്ന് കാണുന്നത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതായത് തങ്ങൾ താമസിക്കുന്ന മെൻസ് ഹോസ്റ്റൽ അത് വളരെ അപകടത്തിലാണ് ഉള്ളത്. ഇനി അടുത്ത് നിങ്ങൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഇവിടേക്ക് വരുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് വരുന്നത്, അത് ഞങ്ങൾ താമസിക്കുന്ന ഈ മെൻ ഹോസ്റ്റൽ ഏതെങ്കിലും വിധത്തിൽ തകർന്ന് ഞങ്ങളിവിടെയൊക്കെ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ ദയനീയതയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ നമ്മളെ വന്ന് സമീപിക്കുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഈ ദൃശ്യങ്ങൾ അവർ കാണിച്ചു തരികയാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്, കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊടിഞ്ഞു വരുന്നുണ്ട്, മണ്ണ്, അതിനകത്തുള്ള മണ്ണ് ഉൾപ്പെടെ ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട്, തുരുമ്പ് പിടിച്ച കമ്പി നമുക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം തന്നെ സാക്ഷ്യമാണ്. ഇവർ പലതവണ പരാതി കൊടുത്തതാണ്. ഇവർ ഇതുവരെ ആദ്യമായിട്ടൊന്നല്ല പരാതിയുമായി മുന്നോട്ട് വരുന്നത്. നേരത്തെ പലതവണ അവർ പരാതി നൽകി, പലതരത്തിൽ അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, ആരോഗ്യവകുപ്പിന്, അവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കണ്ട് പരാതി നൽകി, പ്രിൻസിപ്പാളിന് പരാതി നൽകി, അങ്ങനെ അവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലൊക്കെ തന്നെ പരാതി കൊടുത്തു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭിത്തിയിൽ തൊടുകയാണെങ്കിൽ ഷോക്ക് അടിക്കുമെന്നാണ് ചില വിദ്യാർത്ഥികൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ഒപ്പം അകത്ത് തന്നെ ചോരുന്നുണ്ട്. ആ ചോരുന്ന വെള്ളം അവർ തന്നെ ഈ ഗ്ലാസ്സിലാക്കി പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ദൃശ്യങ്ങൾ തന്നെ സഹിതം പുറത്ത് വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറെ ഖേദകരമായ കാര്യമെന്ന് പറയുന്നത്. ഈ അപകടം നടന്ന 2 മണിക്കൂറിനുള്ളിൽ തന്നെ
വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പ്രതികരണം നടത്തിയ മന്ത്രിമാർ ഇതൊക്കെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നു രാവിലെ 7 മണിക്ക് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ തയ്യാറായി നിന്ന് വിദ്യാർത്ഥികൾക്ക് മേൽ ഒരു തിട്ടൂരം കൊടുക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുത്. ഇന്ന് രാവിലെ ഞാൻ ആ ഹോസ്റ്റലിൽ പോയതാണ്, അകത്ത് ദൃശ്യങ്ങൾ കണ്ടതാണ്, അകത്തെ അവസ്ഥ എന്താണ് കണ്ടതാണ്. ഇന്ന് രാവിലെ ഞാൻ ആ ഹോസ്റ്റലിനകത്ത് കയറുന്ന സമയത്ത് പോലും ഈ പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഈ തുരുമ്പ് പിടിച്ച കമ്പി കാണാൻ കഴിയുന്ന തരത്തിൽ നിൽക്കുന്ന ആ സീലിങ്ങിന് താഴെയും വിദ്യാർത്ഥികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അവർക്ക് വേറെ വഴിയില്ല, കാരണം വളരെ സാമ്പത്തികമായൊക്കെ തന്നെ താഴ്ന്ന നിലയിലുള്ള കുട്ടികളാണ്. അവർ പഠിച്ച് മിടുക്കരായി കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു മികച്ച സ്ഥാപനത്തിൽ പഠിക്കാനായി എത്തുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള പുറത്ത് ഏതെങ്കിലും സ്വകാര്യ ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കണമെങ്കിൽ തന്നെ അതിൻ്റെതായ സാമ്പത്തിക ചെലവുണ്ട്. ഇത് ഗവൺമെൻറ് ഹോസ്റ്റലാണ്. അതൊരു സൗജന്യം മാത്രം, ഇതുകൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിൽക്കുന്ന, പണമില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളോട് കാര്യങ്ങൾ തന്നെ തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നത് അവർക്ക് പേടിയാണ്, ഭയമാണ്. കാരണം അത് പിന്നെ പറഞ്ഞ വലിയ മേലുദ്യോഗസ്ഥർ വരെ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞാൽ അവർ പിന്നെ എന്തൊക്കെ നേരിടേണ്ടി വരും? ഇവരുടെയൊക്കെ മുമ്പിൽ പറയുന്നത് നിങ്ങൾക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെയല്ലേ നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നതെന്നായിരിക്കും ഒരുപക്ഷെ ഇവർ പരാതിപ്പെട്ടാൽ പറയുന്നത്. ഇത്രയേറെ പഠിച്ച് എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ റാങ്ക് സ്വന്തമാക്കി അവരുടെ സാമ്പത്തിക പരിമിതികളൊക്കെ മാറുമ്പോഴാണ് ആളുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ തന്നെ കിട്ടണമെങ്കിൽ അത്രയും ഉയർന്ന റാങ്ക് വേണം. അപ്പോൾ ആ റാങ്ക് നേടി വരുന്ന കുട്ടികളെ അവർക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് നമ്മുടെ ഈ പറയുന്ന സിസ്റ്റം എന്ന വാക്ക് നമ്മൾ കുറച്ച് ദിവസമായി കേട്ടിട്ടുണ്ട്. ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഇവർ വേണം നല്ല നിലയിൽ നമ്മളെ അടുത്ത വർഷങ്ങളിൽ ചികിത്സിക്കാൻ വരേണ്ടത്.